നമസ്കാരം. ഇടമലക്കുടിയിൽ വന്യമൃഗശല്യം രൂക്ഷം. കൃഷിനാശം വ്യാപകം. കാട്ടുപോത്ത് ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് ദശാബ്ദങ്ങൾ പിന്നിട്ടു. ഇത് പരിഹരിക്കാൻ വനംവകുപ്പ് അധികൃതർ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാണ് പരക്കെ ഉയരുന്ന ആരോപണം. ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയവയുടെ ആക്രമണം ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 34 വയസ്സുകാരനായ കാളസ്വാമിയെ കാട്ടുപോത്ത് ആക്രമിക്കുകയും കാലൊടിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഇയാളെ സന്ദർശിക്കാനോ വിവരങ്ങൾ അന്വേഷിക്കാനോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ലഭ്യമായ വിവരം. ഒരാഴ്ച മുൻപ് പ്രദേശവാസിയെ സേതുവിനും കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. ഇയാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. പുറമേ നിന്നുള്ളവർക്ക് എന്ന പോലെ ചികിത്സാക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്ന് ഉന്നതിയിലെ താമസക്കാർ ആരോപിച്ചു. കാളസ്വാമിയുടെ ചികിത്സാ ചെലവ് വനംവകുപ്പ് പൂർണ്ണമായും ഏറ്റെടുക്കുകയും അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയും വേണമെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. പരമ്പരാഗതമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതാണ് ഇവിടുത്തെ ആദിവാസി സമൂഹം. ഇതോടെ ഇവരുടെ ഉപജീവനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാക്കണം. വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരങ്ങൾ നടപ്പിലാക്കണം. ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.